പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജി തള്ളി. വയനാട് തുരങ്കപാത നിർമ്മാണം തുടരാമെന്ന് ഹൈക്കോടതി. നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. പല പാരിസ്ഥിതിക വസ്തുക്കളും മറച്ചുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർമ്മാണത്തിലേക്ക് കടന്നത് എന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിർമ്മാണം തടയണമെന്നാണ് ഹർജിയിലൂടെ പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ച് വാദം പൂർത്തിയാക്കിയ ശേഷമാണ് വയനാട് തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. കേരളത്തിന് കേന്ദ്ര സഹായം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260 കോടി അനുവദിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായാണ് തുക അനുവദിച്ചത്. അൺടൈഡ് ഗ്രാന്റുകളുടെ ആദ്യ ഗഡു സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്കുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് അനുവദിച്ചതെന്ന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം അറിയിച്ചു. ശമ്പളവും മറ്റ് സ്ഥാപന ചെലവുകളും ഒഴികെ ഭരണഘടനയുടെ 11ാം പട്ടികയിലെ 29 വിഷയങ്ങൾക്ക് കീഴിൽ പ്രത്യേക പ്രാദേശിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്ന തുകയാണിത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം. 4 പേർക്ക് പരിക്ക്. ഒരാളുടെ കാല് അറ്റുപോയി. പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് അപകടം നടന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം വിട്ട് ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നു. 49 തീർത്ഥാടകർ ബസ്സിലുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 തീർത്ഥാടകരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരാളുടെ കാല് അറ്റുപോയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് കരമന അജിത്തിനെ പരിഗണിക്കുന്നു. കരമന വാർഡ് കൌൺസിലറായ കരമന അജിത്തിനെ മേയറാക്കിയാൽ പൊതുസ്വീകാര്യത വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലേക്ക് പോയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷം മേയറുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. കോർപ്പറേഷൻ നടപടികളിൽ മുൻപരിചയവും പൊതുസ്വീകാര്യതയുമാണ് അജിത്തിന് മുൻതൂക്കം നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നേമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരമനയിലെ കൌൺസിലറെ മേയറാക്കിയാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്നും ഒരു വിഭാഗം കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രിയെ കണ്ട അതിജീവത. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടന്നത്. കേസിൽ പോരാട്ടം തുടരാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുമായുള്ള അതിജീവതയുടെ കൂടിക്കാഴ്ച നടന്നത്. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അതിജീവതയ്ക്ക് ഉറപ്പു നൽകി. ഇനി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാണരുതെന്നും നിങ്ങൾ കരയാതിരിക്കാൻ എന്നും കൂടെയുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി അതിജീവതയോട് പറഞ്ഞത്. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മന്ത്രി P. രാജീവ് അതിജീവതയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് തിരുവനന്തപുരത്തെത്തിയ അതിജീവത മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിലെത്തി നേരിൽ കണ്ടത്. വോട്ടെടുപ്പ് മാറ്റിവെച്ച വാർഡുകളിൽ ജനുവരി 13 തെരഞ്ഞെടുപ്പ് നടത്തും. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് ജനുവരി 13 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഡിസംബർ 24 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഡിസംബർ 26 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 29 വോട്ടെണ്ണൽ 14 നടക്കും. കണ്ണൂർ പിണറായിയിൽ സ്ഫോടനം. CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ CPIM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി അറ്റുപോയി. ഓലപ്പടക്കം പൊട്ടിയതാണ് എന്നാണ് വിപിന്റെ മൊഴി. എന്നാൽ ബോംബാണ് പൊട്ടിയതെന്ന സംശയത്തിലാണ് പോലീസ്. അപകടം നടന്ന ഉടൻ തന്നെ വിപിനെ കണ്ണൂരിലെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. വിപിൻ രാജ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സ്ഫോടക വസ്തുക്കൾ ഇയാളുടെ കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഗുരുതര പരിക്കാണ് സംഭവിച്ചതെന്നാണ് വിവരം. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ അപകടമാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ബ്ലെസ്ലി അറസ്റ്റിൽ. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് എത്തിച്ച കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് ബ്ലെസ്സിയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കേസിലെ പ്രതികളായ 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചത്.
തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിൽ മനോവിഷമം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച UDF സ്ഥാനാർത്ഥി മരിച്ചു. ചെറിയകോണി സ്വദേശി വിജയകുമാരൻ നായരാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ മണമ്പൂർ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് വിജയകുമാർ നായർ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശനിയാഴ്ച ഉച്ചയോടെ മരത്തിൽ തൂങ്ങിമരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് മകൻ കണ്ടതോടെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. മണമ്പൂരിൽ വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയാണ്. വിജയകുമാരൻ നായർ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിൽ മനോവിഷമം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു പോലീസുകാരന് വീരമൃത്യു. ഇന്നലെ വൈകിട്ട് മജൽട്ട ഗ്രാമത്തിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിൽ ജമ്മുകാശ്മീർ പോലീസ് സേനാംഗമാണ് വീരമൃത്യു വരിച്ചത്. ഭീകരർ വനത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ സുരക്ഷാസേന ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. സുരക്ഷാസേനയുടെ വെടിവെപ്പിൽ ഒരു ഭീകരനും പരിക്കേറ്റിട്ടുണ്ട്. മേഖലയിൽ വെടിവെപ്പ് അവസാനിച്ചുവെങ്കിലും സുരക്ഷാസേനയുടെ കർശനമായ നിരീക്ഷണം തുടരുകയാണ്. വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും സൈന്യം അടച്ചിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയ ഭീകരർ എന്നാണ് നിഗമനം. ജമ്മുകാശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന് പിന്നാലെ വനമേഖലയിൽ പരിശോധന നടത്താനാണ് സുരക്ഷാസേന സംഭവസ്ഥലത്തെത്തിയത്. ഇതിനിടെയാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്.